അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ന്യൂസ് വൺ റമളാൻ നിലാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ അതിശ്രേഷ്ഠമായ രാപ്പകലുകളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. വിശുദ്ധ റമളാൻ മാസം അള്ളാഹു ഉമ്മത്ത് മുഹമ്മദിന് കനിഞ്ഞരുളിയ ഒരുപാട് അമലുകൾ ചെയ്ത് മുൻഗാമികളായ മഹാന്മാരായ നമ്മുടെ പൂർവസൂരികളുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കാതെ പോയ വലിയൊരു സൗഭാഗ്യമാണ് റമളാനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അവർ ഒരുപാട് വർഷം ജീവിച്ചിരുന്നവരാണ്. ആ ജീവിച്ചിരുന്ന അവരുടെ ഇബാദത്തുകൾ അധികമാണ്. പക്ഷെ അവരെ ജീവിതത്തിലെ ഇബാദത്തുകളോട് തുലനം ചെയ്യുമ്പോൾ 60-70 വർഷം ജീവിച്ചിരിക്കുന്ന ഈ ഉത്തമ സമുദായത്തിന്റെ അമലുകൾ, കർമ്മങ്ങൾ വളരെ കുറവാണ്. പക്ഷെ അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നൽകിയ 12 മാസങ്ങളിലെ അതിശ്രേഷ്ഠമായ മാസമാണ് വിശുദ്ധമായ റമളാൻ. ഈ റമളാൻ എന്ന് പറയുന്നത് അറബി മാസത്തിൽ ഒരു മാസമാണ് എന്നെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ അവതീർണമായത് ഈ റമളാൻ മാസത്തിലാണ്. പക്ഷെ വിശുദ്ധ ഖുർആനില് റമളാൻ എന്ന് പറയുന്ന ആ പദം ഒരു പ്രാവശ്യം മാത്രമാണ് അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ റമളാൻ മാസത്തെ, ആ റമളാൻ മാസം എന്ന റമളാൻ എന്ന അറബി പദം, ആ മാസത്തിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞത് ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ റമളാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് റമളാൻ എന്ന് പറയുന്ന പദത്തെ ഖുർആനിൽ ഒരു പ്രാവശ്യം മാത്രം അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് ഏറെ അനുഗ്രഹീതവും ശ്രദ്ധേയവുമാണ് ഈ പരിശുദ്ധമായ മാസം. വിശുദ്ധ ഖുർആൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ബഖറ പ്രാരംഭ അധ്യായം എന്ന സൂറത്തുൽ ഫാത്തിഹയെ മാറ്റിവെച്ചാൽ സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന അധ്യായമാണ് ഏറ്റവും വലിയ അധ്യായവും ഏറ്റവും പ്രഥമ അധ്യായവും. ആ ബഖറ എന്ന് പറയുന്നത് പശുവിനെ സൂചിപ്പിക്കുന്ന അറബി പദമാണ്. പശു എന്ന് പറയുന്നത് മൃഗമാണ്. എന്നാൽ 114-ാമത്തെ അധ്യായം അന്നാസ് എന്ന് പറയുന്ന അധ്യായമാണ്. അന്നാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യൻ എന്നാണ് അതിന് അറബിയിൽ അർത്ഥം വെക്കുന്നത്. മൃഗത്തിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്ന 114 അധ്യായങ്ങൾ, 6660 ചില്ലുവാനം ആയത്തുകൾ ഈ പരിശുദ്ധ റമളാനിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മനുഷ്യത്വത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ മൃഗീയതയിൽ നിന്നാണ് മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വ്രതശുദ്ധിയിലൂടെ റമളാൻ മാസത്തിന്റെ ചൈതന്യം, പരിശുദ്ധ റമളാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുന്നു എന്നുള്ളതാണ്. ഖുർആൻ ഒരു മനുഷ്യന്റെ അധ്യാപനം, ആ അധ്യാപനത്തിലൂടെ അവൻ മൃഗീയതയിൽ നിന്ന്, ഹയവാനീയത്തിൽ നിന്ന് നഫ്സാനിയത്ത് അഥവാ അവന്റെ ശരീര ഇച്ഛയെ, അവന്റെ മൃഗീയതയെ, അവന്റെ ശൈത്വാനിയത്തിനെ ഒക്കെ വകവരുത്തിയും പടപൊരുതിയും പരാജയപ്പെടുത്തിയും അവൻ തികഞ്ഞ മനുഷ്യനായി മാറുന്നുവെങ്കിൽ വ്രതം എന്ന് പറയുന്ന റമളാൻ മാസത്തിന്റെ കർമ്മത്തിലൂടെ അവൻ മൃഗീയതയിൽ നിന്ന് ഹയവാനിയത്തെന്ന അവന്റെ ആ ഒരു മൃഗീയതയിൽ നിന്ന്, നഫ്സാനിയത്തെന്ന തന്നിഷ്ടത്തിൽ നിന്ന്, അതുപോലെ ശൈത്താനിയത്തെന്ന പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് അവനെ പച്ചയായ ഒരു മനുഷ്യനാക്കി റമളാൻ മാസത്തിന്റെ വ്രതം കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് വിശുദ്ധമായ റമളാൻ മാസം, വിശുദ്ധമായ ഖുർആൻ, ഇത് രണ്ടും അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കാര്യമാണ് വിജയത്തിൽ എത്തിച്ചേരുക. പ്രതികൂല സാക്ഷി നിൽക്കുന്ന റമളാനും ഖുർആനും പ്രതികൂലമായി സാക്ഷി നിന്നാൽ അവന്റെ പരാജയമാണ് പരലോകത്ത് സംഭവിക്കുക. അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ തന്നെ വിശുദ്ധ ഖുർആനും വിശുദ്ധ റമളാനും അള്ളാഹുവിനോട് പറയുന്നത്, ഞാൻ പകൽ അവന്റെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ പകൽ പട്ടിണി കിടന്നും വികാര വിചാരങ്ങളെ ഒഴിവാക്കിയും
എന്നെ പരിഗണിക്കുകയും വേണ്ട രീതിയിൽ എനിക്ക് ആതിഥേയമരുളുകയും ചെയ്തു എന്ന് റമളാൻ അഥവാ വ്രതം അള്ളാഹുവിനോട് പറയുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് രാത്രി കാലങ്ങളിൽ അവൻ എന്നെ എടുത്ത് പാരായണം ചെയ്തു, വിശുദ്ധ ഖുർആൻ ഓതുകയുണ്ടായി എന്ന് ഖുർആനും അള്ളാഹുവിനോട് അനുകൂലമായി സാക്ഷി നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ വ്രതവും പരിശുദ്ധ റമളാൻ മാസത്തിൽ അവതീർണമായ വിശുദ്ധമായ ഖുർആനും പൂരകങ്ങളാണ്. അഥവാ വിശുദ്ധ റമളാൻ മാസത്തിന്റെ ഏറ്റവും പ്രധാനമായ രണ്ട് ഘടകങ്ങൾ, ഒന്ന് മനുഷ്യന്റെ പ്രബോധിയത്തിന് അഥവാ അവൻ അടിമയാണ്, മനുഷ്യനാണ് എന്ന് പരിചയപ്പെടുത്തുന്ന നോമ്പും, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ അഥവാ അവൻ ഏകനായ സൃഷ്ടാവാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഖുർആനിനെയും അള്ളാഹു താല അവതരിപ്പിച്ചു. ഖുർആന്റെ അവതരണം കൊണ്ടും വ്രതശുദ്ധി കൊണ്ടും മനുഷ്യനും അള്ളാഹുവും അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നു. നാഥൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.